നമുക്ക് എഴുതി കിട്ടിയ ചോദ്യങ്ങളിലൊരു 50% ചോദ്യങ്ങൾ ഉള്ളത് ഒരേ സ്വഭാവമാണ്. അതിലൊരു ചോദ്യം വായിക്കാം. കാണാത്ത ജിന്നിനോട് ചോദിച്ചാൽ വസീലത്ത് ശിർക്കും, കാണാത്ത മൊഹീദ്ദീൻ ഷേഖിനോട് ചോദിച്ചാൽ ശിർക്കുമാകുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ഒരു ചോദ്യം. രണ്ട്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ KNM നിന്നും മാറി നിൽക്കുന്നത്? KNMൻ്റെ ഒരു പ്രശ്നം എന്താണ്? വേറെ ചോദ്യം, അഭൗതികം എന്ന് പറഞ്ഞാൽ അദൃശ്യം, അമാനുഷികം എന്നൊക്കെയാണല്ലോ. അപ്പോൾ ജിന്നിനുള്ള സഹായത്തേട്ടം ശിർക്കല്ലേ ആകേണ്ടത്? അഭൗതികം സമം കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ എന്ന് തുടങ്ങി KNMുമായുള്ള ജിന്നി വിഷയത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇനിയെല്ലാം വായിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ബഹുമാനായ ഫൈസൽ മൗലവി അതിനോട് പ്രതികരിക്കും. അസ്സലാമു അലൈക്കും. കാണാത്ത ജിന്നും കാണാത്ത മൊഹീദ്ദീൻ ഷെയ്ഖും, പിന്നെ എന്താണ് അവർ രണ്ടോ കൂട്ടരോടുമുള്ള തേട്ടത്തിൽ ഒരു വ്യത്യാസമുണ്ടായത് എന്നാണ്. കാണാത്ത ജിന്ന് കാണാത്ത മൊഹീദ്ദീൻ ഷെയ്ഖ് എന്നത് ഒരേ ഹുക്കുമാണോ? എല്ലാ കാര്യത്തിലും ആണോ? അല്ല. നമ്മുടെ ഈ സംസാരം, ഈ ഒരു പ്രഭാഷണം ഒരു ജിന്ന് ഇപ്പോൾ കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. ഈ സംസാരം മൊഹീദ്ദീൻ ഷെയ്ഖ് ഇപ്പോൾ കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാലോ? ശിർക്കാണ്. അപ്പൊ കാണാത്ത ജിന്നും കാണാത്ത മൊഹീദ്ദീൻ ഷെയ്ഖും ഒരുപോലെ അല്ല എന്നർത്ഥം. ഒരു കാണാത്ത ജിന്ന് നമ്മെ ഉപദ്രവിച്ചേക്കാം എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. കാണാത്ത മൊഹീദ്ദീൻ ഷെയ്ഖിന് ഉപദ്രവം ഉണ്ടാകും എന്ന് വിശ്വസിച്ചാലോ? ശിർക്കുമാണ്. എന്നാൽ രണ്ടും കാണാത്തല്ലേ? അപ്പൊ കാണുന്നുണ്ടോ കാണുന്നില്ലേ എന്നതല്ല ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം എന്നർത്ഥം. ഇത് തിരിച്ചൊന്ന് പറഞ്ഞാൽ, മൊഹീദ്ദീൻ ഷെയ്ഖിനോട് സഹായം തേടിയ ഒരാൾ, മൊഹീദ്ദീൻ ഷെയ്ഖിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്ന ഒരാൾ ഏതു വഴിയിലാണ്, ഏതു മാർഗത്തിലാണ് സഹായം പ്രതീക്ഷിക്കുന്നത്? നമ്മൾ നാട്ടിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു, അയാൾ നല്ല ഒരു ഇന്നോവൊക്കെ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ, നിങ്ങൾ എവിടെ പോണ്? ഞാൻ എയർപോർട്ടിൽ പോവാണ്. എന്തേ? ഞാൻ ഇന്നലെ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചപ്പോൾ ഷെയ്ഖ് വരുന്നുണ്ട്, ഷെയ്ഖിനെ കൂട്ടാൻ പോവാണ് എയർപോർട്ടിക്ക് എന്ന് പറഞ്ഞാൽ, എടാ എന്തിനാടാ ഈ ശിർക്കായ പണിക്ക് പോണ് വണ്ടി കൊണ്ട് എന്ന് ചോദിക്കോ? അതല്ല, എന്തേ ഇപ്പം ഇയാൾക്ക് പറ്റി? ഇന്നലെ വരെ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണോ നമുക്ക് തോന്നുക? അപ്പൊ ഷെയ്ഖിന്റെ സാന്നിധ്യവും ഷെയ്ഖിന്റെ സഹായവും വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത് സാധാരണ മാർഗത്തിലുള്ള ഇടപെടൽ അല്ല. ബാഹ്യമായ കണ്ണുകൊണ്ട് കണ്ട്, ബാഹ്യമായ കാതുകൊണ്ട് കേട്ട്, ബാഹ്യമായ കാലുകൊണ്ട് സഞ്ചരിച്ച്, ബാഹ്യമായ തടിയോടുകൂടി ഹാജരായി ബാഹ്യമായി സഹായിക്കുന്ന സഹായ രീതികളല്ല മരിച്ചുപോയ ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കൈയും കാലും കണ്ണും കാതുമെല്ലാം പ്രവർത്തനരഹിതമായി മാറിയാലും അതിനെല്ലാം അതീതമായി അവർക്ക് നമ്മെ കാണാനും, അവർക്ക് നമ്മെ കേൾക്കാനും, അവർക്ക് നമ്മെ സഹായിക്കാനും, അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും എല്ലാം കഴിയും എന്നൊരു വിശ്വാസം അവിടെയുണ്ട്. അഥവാ വ്യവസ്ഥകൾക്ക് അതീതമായി കാണാൻ കഴിയും, അസ്ബാബുകൾക്ക് അതീതമായി കാണാൻ കഴിയും, വ്യവസ്ഥകൾക്ക് അതീതമായി കേൾക്കാൻ കഴിയും, അസ്ബാബുകൾക്ക് അതീതമായി കേൾക്കാൻ കഴിയും എന്ന് ഷെയ്ഖിനെ പറ്റി വിശ്വസിക്കുന്നു. വ്യവസ്ഥകൾക്ക് അതീതമായി കാണാനും കേൾക്കാനും അറിയാനും പിടിക്കാനും നടക്കാനും സഹായിക്കാനും ഇടപെടാനും ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. അസ്ബാബുകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിയുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. അസ്ബാബുകളെ, നിമിത്തങ്ങളാക്കി വെച്ചവൻ അല്ലാഹു തആല. നിമിത്തങ്ങളില്ലാതെ, വ്യവസ്ഥകൾ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു തആല മാത്രം. അതിനാണ് അഭൗതികം എന്ന് പറയുക. അല്ലാത്തതിനാണ് ഭൗതികം എന്ന് പറയുക. കണ്ണിൽ കാണാത്തത് എന്നല്ല.
കണ്ണിൽ കാണാത്തൊരു അഭൗതികം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായ അഭൗതികമാണ്. ഈ ചുമരിന് അപ്പുറത്തൊരാളുണ്ടെങ്കിൽ അയാൾ നമുക്ക് അഭൗതികമാണെന്ന് പറയാം. എങ്ങനെ? ആപേക്ഷികമായി അയാൾ നമുക്ക് അഭൗതികമാണ്. ഇതിനപ്പുറത്തുള്ള ഒരാൾ ഈ ശബ്ദം കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുന്നില്ല. അപ്പൊ അഭൗതികമായ കേൾവിയുണ്ട് വിശ്വസിച്ചില്ലേ? ഇല്ല, അത് ആപേക്ഷികമായ കേൾവി മാത്രമാണ്. അപ്പുറത്തുള്ള ഒരാൾ അവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുമോ? ഇല്ല. അപ്പൊ അയാൾ അദൃശ്യമായ വഴിയിൽ നമ്മൾ കാണും വിശ്വസിച്ചില്ലേ? ഇല്ല. ആ അദൃശ്യം ആപേക്ഷികം മാത്രമാണ്. തൗഹീദ് ശിർക്കിൽ പരിഗണിക്കപ്പെടുന്ന അദൃശ്യമെന്നത്, അഭൗതികമെന്നത് കാരണങ്ങൾക്കതീതമായത് എന്ന അർത്ഥത്തിലാണ്. തഫ്സീറുകളൊക്കെ പ്രയോഗിച്ച ഒരു പ്രയോഗം മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാ എന്ന്, അള്ളാഹുവിനല്ലാതെ കഴിയാത്ത കാര്യങ്ങൾ. തഫ്സീർ റാസിയിലൊക്കെ 100 തവണയെങ്കിലും ആവർത്തിച്ച് പ്രയോഗിച്ച പ്രയോഗമാണത്. മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാ, അല്ലാഹ്ക്കല്ലാതെ കഴിയാത്ത കാര്യങ്ങൾ. അപ്പൊ അല്ലാഹ്ക്കല്ലാതെ കഴിയാത്ത ഒരു പടപ്പിനും കഴിയാത്തത് എന്ന് പറയുമ്പോൾ എന്താണത്? അസ്ബാബുകൾക്കപ്പുറത്ത്. തഫ്സീർ റാസി സൂറത്ത് അംഫാലിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, മിൻ ഗൈരി വാസിതതി അസ്ബാബിൻ മഅലൂഫത്തിൻ മുഅ്താദത്തിൻ, മുഅ്താദായ മഅലൂഫായ അസ്ബാബുകളുടെ വാസിത്തയിലൂടെ ചെയ്യുന്നത്, അതില്ലാതെ നടക്കുന്നത്. അതാണ് സാധാരണ കാര്യകാരണ ബന്ധം. മുഅ്താദാണ് സാധാരണയായത്. അസ്ബാബ് കാര്യകാരണ ബന്ധങ്ങൾ. അസ്സബബു വൽ മുസബ്ബബാത്ത്. മുസബ്ബിബുൽ അസ്ബാബ് അള്ളയാണ്, സബബുകളെ സബബാക്കിയവൻ അല്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമേ സബബുകളില്ലാതെ മുസബ്ബബാത്ത് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. അതൊരു ജിന്നിനുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വന്നു, അതൊരു ഇൻസിനുണ്ട് വിശ്വസിച്ചാൽ ശിർക്ക് വന്നു, അതൊരു മരത്തിനുണ്ട് കല്ലിനുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വന്നു. അതാണ് അസ്ല്. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്ത് ആ സൃഷ്ടിക്ക് വകവെച്ച് കൊടുക്കലായി മാറി. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ഷെയ്ഖെ സഹായിക്കണേ എന്നൊരാൾ പറയണമെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖ് എന്നെ കാണും, എന്നെ കേൾക്കും, എൻ്റെ ശബ്ദം അറിയും, എൻ്റെ പ്രശ്നം മനസ്സിലാക്കും, എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും എന്ന വിശ്വാസമുള്ള ഒരാൾക്ക് അത് പറയാൻ കഴിയും. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. കാരണം അത് വിശ്വസിക്കണമെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ബാഹ്യമായ എല്ലാ വ്യവസ്ഥകളും അവസാനിച്ചാലും, എല്ലാ അസ്ബാബും നിലച്ച് അദ്ദേഹം മരണപ്പെട്ടാലും അദ്ദേഹത്തിന് ഇപ്പോഴും എൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു, എന്നെ കാണാൻ കഴിയുന്നു. അപ്പൊ കണ്ണ് ആവശ്യമില്ല, കാത് ആവശ്യമില്ല, വ്യവസ്ഥകളൊന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം എന്നെ കാണുന്നുവെങ്കിൽ അസ്ബാബുകൾക്കതീതമായ കാഴ്ച അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് അവന്റെ വിശ്വാസം. അസ്ബാബുകൾക്കതീതമായ കേൾവി, വ്യവസ്ഥകൾക്കതീതമായ കേൾവിയും കാഴ്ചയും ഷെയ്ഖിന് ഉണ്ട് എന്നാണ് അവന്റെ വിശ്വാസം. അത്തരം കാഴ്ചയും കേൾവിയും അല്ലാഹു തആലക്ക് മാത്രമേ ഉള്ളൂ. അത് ഷെയ്ഖിനുണ്ട് വിശ്വസിക്കുമ്പോൾ അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ അറിവ്, അവന്റെ കഴിവ് തുടങ്ങിയ വിശേഷണങ്ങളിൽ അവൻ ഷെയ്ഖിനെ പങ്കു ചേർത്തു. വിളിക്കണമെന്നില്ല, വിശ്വാസം തന്നെ ശിർക്കാണ്. വിളിക്കുമ്പോഴോ അത് അവന്റെ അമലിൽ വരുന്ന മറ്റൊരു ശിർക്ക് കൂടിയാണ്. എന്നാൽ ജിന്ന് നമ്മളെ കാണും, മലക്ക് നമ്മളെ കാണും, ജിന്ന് നമ്മുടെ ശബ്ദം കേൾക്കും, മലക്ക് നമ്മുടെ ശബ്ദം കേൾക്കും എന്നൊരാൾക്ക് വിശ്വസിക്കണമെങ്കിൽ അസ്ബാബുകൾക്ക് അതീതമായ കാഴ്ചയും കേൾവിയും ജിന്നിനും മലക്കിനും ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെയോ അല്ലാഹു തആല മലക്കുകൾക്ക് നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട്, ജിന്നുകൾക്ക് നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ആ മലക്കിന്റെ കാഴ്ച എത്രയാണോ, ആ ജിന്നിന്റെ കാഴ്ച എത്രയാണോ, മലക്കിന്റെ കേൾവി എത്രയാണോ, ജിന്നുകളുടെ കേൾവി എത്രയാണോ, അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേൾക്കുന്നു, അയാൾ അറിയുന്നു, അവൻ നമ്മെ കാണുന്നു എന്നുള്ള വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ല. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലുള്ള ഇടപാടുകൾ, ചോദ്യങ്ങൾ, വർത്തമാനങ്ങൾ അതിന് അഭൗതികമായ ചോദ്യം എന്ന് പറയില്ല, ഇബാദത്തായ ചോദ്യം എന്ന് പറയില്ല, അത് ദുആ എന്ന് പറയില്ല. അത് അഭൗതിക മാർഗത്തിലുള്ള ചോദ്യമല്ല. അതുകൊണ്ടാണ് അത് ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ മറ്റത് ശിർക്കാണ്. അപ്പൊ ശിർക്കാന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ അപ്പൊ അനുവദനീയമാണോ? അല്ല. കാരണം അത് ഹറാമാണ്. പല കാരണങ്ങളാൽ അത് ഹറാം. ഇത് ശിർക്കിലേക്ക് എത്തിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് ശിർക്കിലേക്ക് എത്തിക്കും. ശിർക്കിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ശിർക്കിന്റെ എല്ലാ വഴികളും ഹറാം. ശിർക്ക് ഹറാമാണ്, അത് ആ ശിർക്കിലേക്കുള്ള വഴികളും ഹറാമാണ്. അതാണ് രണ്ടും നമ്മുടെ വ്യത്യാസം.
മുഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. ജിന്ന് നമ്മുടെ ശബ്ദം കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുന്നില്ല. മുഹീദ്ദീൻ ഷെയ്ഖ് നമ്മെ കാണുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. മലക്കുകളോ ജിന്നുകളോ നമ്മെ കാണുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുന്നില്ല. ഇവിടെ KNM വിഭാഗത്തിന്, മർക്കസുദ വിഭാഗത്തിന് എല്ലാം സംഭവിച്ച അബദ്ധം, അഭൗതികം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം എന്നാണ് അവർ അതിന് വ്യാഖ്യാനം പറഞ്ഞത്. അസ്ബാബുകൾക്കപ്പുറം എന്നല്ല, പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം. അപ്പൊ കണ്ണിൽ കാണാത്തത് അതെല്ലാം അഭൗതികം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അബ്ദുസ്സലാം സുല്ലമി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു, ജിന്നുകൾക്കോ മലക്കുകൾക്കോ മനുഷ്യരെ സഹായിക്കാനോ ഉപദ്രവിക്കാനോ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ആ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിച്ചു. കാരണം എന്താ? ജിന്നുകൾ നമ്മളെ കണ്ണിൽ പെടുന്നില്ല, മലക്കുകളെ നമ്മൾ കാണുന്നില്ല. അപ്പൊ നമ്മൾ കാണാത്തതൊക്കെ അഭൗതികം. അതുകൊണ്ട് മലക്ക് നമ്മെ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്ക്, ജിന്ന് നമ്മെ ഉപദ്രവിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്ക്. കാരണം മലക്ക് സഹായിക്കണമെങ്കിൽ അഭൗതികമായി സഹായിക്കണം, ജിന്ന് ഉപദ്രവിക്കണമെങ്കിൽ അഭൗതികമായി ഉപദ്രവിക്കണം. അതുണ്ടാവില്ല എന്നവർക്ക് പറഞ്ഞു വെക്കേണ്ടി വന്നു. അപ്പോഴാ ചോദ്യം വന്നത്, അങ്ങനെയാണെങ്കിൽ ബദറിൽ മലക്കൾ ഇറങ്ങി എന്ന് ഖുർആൻ പഠിപ്പിച്ചുവല്ലോ, അതെങ്ങനെ വിശ്വസിക്കും? അത് വിശ്വസിച്ച തൗഹീദ് പൊളിയിലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബദറിൽ മലക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ സൂറത്ത് അംഫാലിലുണ്ടല്ലോ 5000 മലക്കൾ ഇറക്കാമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? അദ്ദേഹം ന്യായം കണ്ടെത്തി, ഇറക്കാമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നേ ഉള്ളൂ, ഇറക്കി എന്ന് പറഞ്ഞിട്ടില്ല. സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്, ഇറക്കിയിട്ടില്ല. അപ്പൊ മലക്കൾ ഇറങ്ങിയ ഓരോ വിശദാംശങ്ങൾ ഹദീസിൽ വന്നല്ലോ. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്, മറ്റ് മലക്കുകൾ വന്നത്, അവിടെ യുദ്ധം ചെയ്തത് എല്ലാം ഹദീസിലുണ്ടല്ലോ. ആ ഹദീസ് എല്ലാം ഖുർആനെതിരാണ്, അപ്പൊ സ്വീകാര്യമല്ല എന്ന് പറയേണ്ടി വന്നു. സിഹിറിൽ ജിന്നുകൾ സഹായിക്കുന്നുവല്ലോ സാഹിറിനെ, ജിന്നുകൾ ഇടപെടുന്നുവല്ലോ എങ്കിൽ ജിന്ന് ഇടപെടുമെന്ന് വിശ്വസിക്കാൻ പറ്റൂതല്ലോ, അപ്പൊ സിഹിർ ഉണ്ടാകാൻ പറ്റൂതല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ജിന്ന് ഇടപെടുന്നില്ല, സിഹിറിന് യാഥാർത്ഥ്യവുമില്ല. അപ്പൊ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയുന്ന ധാരാളം ഹദീസ് ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ആ ഹദീസ് ഒന്നും സ്വീകരിക്കാൻ പറ്റൂല, അതൊക്കെ ഖുർആനെതിരാണ്, അത് തൗഹീദിനെതിരാണ്. അവിടെ അത്തരം ഹദീസ് എല്ലാം ഒഴിവാക്കണം. ഇതാണ് അവർക്ക് സംഭവിച്ച അബദ്ധം. അതാണ് മർക്കസുദ് ദഅവ എന്ന് പറയുന്ന വിഭാഗം ആശയമായി സ്വീകരിച്ചത്. ആ ആശയം സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായും പല ഹദീസുകളും പ്രശ്നമായി. അത്തരം ഹദീസ് എല്ലാം അവർ തിരസ്കരിക്കാൻ നിർബന്ധിതരായി മാറി. അങ്ങനെയാണ് ഖുർആനെതിരായ ഹദീസ് സ്വീകാര്യമല്ല എന്ന തലതിരിഞ്ഞ ഒരു ആശയത്തെ സ്വീകരിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും വേറെയും ചോദ്യം വന്നു, എന്നാൽ ഈ ഹദീസ് ഖുർആനെതിരല്ലേ? എന്നാ അതും വേണ്ട. മറ്റേ ഹദീസ് ഖുർആനെതിരല്ലേ? എന്നാ അതും വേണ്ട. അവസാനം അമ്പിയാക്കളെ ശരീരം മണ്ണ് ഭക്ഷിക്കുകയില്ല, ഭൂമി തിന്നുകയില്ല എന്ന ഹദീസ് ഖുർആനെതിരാണ് എന്ന് സ്വയം വാദിച്ചു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, മണ്ണെന്ന് പടച്ചു, മണ്ണിലേക്ക് മടക്കും എന്നല്ല പറയുന്നു. ഈ ഹദീസ് പറയുന്നു അമ്പിയാക്കളുടെ ശരീരം മണ്ണ് ഭക്ഷിക്കൂല, അപ്പൊ ആയത്തിനെതിരാണ്. അതുകൊണ്ട് ഈ ഹദീസ് സ്വീകാര്യമല്ല. ഇങ്ങനെ നോക്കുമ്പോൾ പല ഹദീസും പ്രശ്നമായി മാറി. അതിനെല്ലാം ഒന്നുകിൽ വ്യാഖ്യാനിച്ചു, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു. അന്ന് KNM അതിശക്തമായി അവർക്കെതിരെ നിലകൊണ്ടു. 2002 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ അത്തരക്കാർക്കെതിരെ ശക്തമായി KNM പ്ലാറ്റ്ഫോമിൽ നമ്മളെല്ലാം ഒന്നിച്ചെന്നുകൊണ്ട് അവർക്കെതിരെ പോരാടി. എന്നാൽ 2007 മുതലുള്ള കാലഘട്ടങ്ങളിൽ 2010-11 കാലമായപ്പോഴേക്ക് ആ ആളുകളെ കൂട്ടിപ്പിടിക്കാനും അവരുമായി ഐക്യപ്പെടാനുമുള്ള താല്പര്യം ചിലർക്ക് ജനിക്കുകയും അങ്ങനെയുള്ള ഹദീസ് നിഷേധികളെ കൂടി KNM എന്ന മഹാപ്രസ്ഥാനത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അത് ശരിയല്ല, അവിടെ നിലപാട് ശരിയല്ല, അവിടെ അസ്ൽ തന്നെ തെറ്റിയിരിക്കുന്നു, തൗഹീദ് ശിർക്കിന്റെ മാനദണ്ഡം തന്നെ അവർ മാറ്റിപ്പണിതവരാണ്, അവരുമായി ഐക്യപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറ്റാത്തവർ മാറി നിൽക്കട്ടെ, നമുക്ക് അവരെ ഐക്യപ്പെടുത്തണം. അവിടെയാണ് KNM എന്ന പ്രസ്ഥാനത്തോട് സലാം ചൊല്ലി മാറി നിൽക്കേണ്ടി വന്നത്. അങ്ങനെ എല്ലാവരും മാറി നിന്നപ്പോൾ അത്തരം ആളുകളെ മർക്കസ് ദഅവക്കാരെ അവർ സ്വീകരിച്ചു, ഐക്യ സമ്മേളനം നടത്തി. എല്ലാ ഹദീസ് നിഷേധങ്ങൾക്കും KNM എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ അതുവഴി വഴിയൊരുക്കി കൊടുത്തു. KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുതൽ ഇന്ന് KNM ഉത്തരവാദപ്പെട്ട ദഅവ രംഗത്തുള്ള പല ദാഇമാരും ആ പഴയ ഹദീസ് നിഷേധത്തെ
അതേപടി കൊണ്ടെടുക്കുന്നവരും അതിനെയെല്ലാം പരിഹസിക്കുന്നവരും പല ഹദീസുകളെയും ഇപ്പോഴും പച്ചക്ക് ചോദ്യം ചെയ്ത് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നവരും തന്നെയാണ് ശാഖ മുതൽ സംസ്ഥാന തലം വരെയുള്ള അതിൻ്റെ പല സ്ഥാനമാനങ്ങളും കൈകാര്യം ചെയ്യുന്നവർ. അതുകൊണ്ടാണ് അവരുമായി യോജിച്ചു പോകാൻ നമുക്ക് പ്രയാസമുണ്ടെന്ന് പറഞ്ഞത്. അവിടെയാണ് മൻഹജ് വീണ്ടും ചർച്ചയായത്, അവിടെയാണ് ജിന്ന് ചർച്ചയായത്, അവിടെയാണ് സിഹർ ചർച്ചയായത്. അല്ലാതെ ഒരാളും ജിന്നിനെ വിളിക്കാൻ പോയിട്ടല്ല, ഒരാളും ജിന്നിനെ വിളിക്കാമെന്ന് വാദിച്ചിട്ടല്ല, അത് പറ്റുമെന്നോ അത് ചെയ്യാമെന്നോ പറഞ്ഞിട്ടല്ല, അത് പറയുകയുമില്ല, ഒരാൾക്കും പറയാൻ കഴിയുകയുമില്ല. നേരെ മറിച്ച് ഇത്തരം ഹദീസ് നിഷേധങ്ങളെ ഔദ്യോഗികമായി ഏറ്റെടുക്കാനും അതിന് വേദി ഒരുക്കാനും ചില ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം നമ്മൾ എതിർത്തു. ആ എതിർപ്പ് വിലപ്പോവില്ല എന്നായപ്പോൾ എങ്കിൽ ശരി, അതിനെ കൂടെ സഹകരിക്കാൻ നമുക്ക് സാധ്യമല്ലെന്ന് പറയുകയും 2012 വരെയുള്ള കാലഘട്ടം 950 മുതലുള്ള ഒരു 60-62-10-70 കൊല്ലക്കാലം എന്താണോ മുജാഹിദ് പ്രസ്ഥാനം KNM എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഔദ്യോഗികമായി പറഞ്ഞ ആശയം, ആ ആശയത്തെ സംരക്ഷിക്കാൻ വേണ്ടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഹദീസ് നിഷേധങ്ങളെ കൂട്ടിപ്പിടിച്ചവർ ആ പഴയ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഈ കഴിവ് എന്ന വിഷയത്തിൽ തന്നെയാണ് എല്ലാ വ്യതിയാനങ്ങളും കടന്നു വന്നത്. അഭൗതികമായ കഴിവെന്ന് പറയുമ്പോൾ കണ്ണിൽ കാണാത്തത് എന്ന് ഒരു കൂട്ടർ അർത്ഥം വെച്ചു, അത് വ്യതിയാനമായി. മറ്റൊരു കൂട്ടർ മറുവശത്ത് പറഞ്ഞു അഭൗതികമായ കഴിവ് ഭൗതികമായ കഴിവ് എന്നൊന്നുമില്ല, അല്ല കഴിവ് കൊടുത്താൽ ആർക്കും എന്തും പറ്റും, അതാ കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞ സമസ്തക്കാർ രംഗത്ത് വന്നു. കറാമത്തിനെ മുഴുജത്തിനെ കൊടുത്ത കഴിവ് എന്ന ദുർവ്യാഖ്യാനം പറഞ്ഞ് അല്ല കഴിവ് കൊടുത്താൽ പിന്നെ ആർക്കും എന്തും ചെയ്യാം, എല്ലാം കാണാം, ലോകത്തെവിടെ വിളിച്ചാലും വിളി കേൾക്കും, എവിടെയും ഓടിയെത്തും, എല്ലാം സഹായിക്കും, അതിന് കണ്ണാവശ്യമില്ല, കാതാവശ്യമില്ല, കൈ ആവശ്യമില്ല, അല്ലാഹു തആല ചെയ്യുന്നതെല്ലാം മഹാന്മാരും ചെയ്യുമെന്ന് സമസ്തക്കാർ പറഞ്ഞു വെച്ചു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, അള്ളാഹു ചെയ്യുന്ന എല്ലാം മഹാന്മാര് ചെയ്യും. CM സമാനികൾ എഴുതി വെച്ചു, അള്ളാഹു കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും, അല്ല പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും. എന്തുകൊണ്ട്? സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. അള്ളാഹ്ക്ക് സ്വയം കഴിവ്, പടപ്പുകൾക്ക് സ്വയം കഴിവില്ല, അല്ല കൊടുത്ത കഴിവ്, അത് വിശ്വസിച്ചാൽ പിന്നെ പ്രശ്നമില്ല എന്ന തലതിരിഞ്ഞൊരു ഒരു വാദം മറുവശത്തും വന്നു. ഇത് രണ്ടിനും മധ്യയാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അല്ലാഹു തആലക്ക് മാത്രമാണ് കഴിവുള്ളത്, അല്ലാഹു തആല മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ സൃഷ്ടികൾ ചെയ്യുന്നത് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത അസ്ബാബുകൾ അടിസ്ഥാനമാക്കി മാത്രമാണ്. അസ്ബാബിനതീതമായി വ്യവസ്ഥകൾക്കതീതമായി പ്രവർത്തിക്കാൻ ഒരു പടപ്പിനും കഴിയില്ല. അത് മുസബ്ബിബുൽ അസ്ബാബായ കാരണങ്ങളാക്കിയവനായ അല്ലാഹു തആലക്ക് മാത്രമേ സാധിക്കൂവെന്ന അടിസ്ഥാനമാണ് നാം സ്വീകരിച്ചു പോരുന്നത്. അതുപ്രകാരം ഒരു ഹദീസിനെ പോലും തള്ളേണ്ടി വരുന്നില്ല, ഒരു ഹദീസിനെ പോലും നമുക്ക് പരിഹസിക്കേണ്ടി വരുന്നില്ല. ഒരു ഹദീസ് പോലും അത് ശരിയല്ലെന്നോ ഖുർആനെതിരാണ് എന്നോ ബുദ്ധിക്കെതിരാണ് എന്നോ അസ്വീകാര്യമാണ് എന്നോ പറയേണ്ട ഒരു ഗതികേട് ഇന്നേ വരെ അൽഹംദുലില്ലാഹ് ഈ കൂട്ടായ്മക്ക് ഉണ്ടായിട്ടില്ല എന്നത് തന്നെ നമ്മുടെ നിലപാടുകൾ കൃത്യമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അല്ലാഹു തആല ശരിയുടെ പക്ഷത്ത് എന്നും ഉറച്ചു നിൽക്കാനും ആ ശരിക്ക് വേണ്ടി ആത്മാർത്ഥമായി സേവനങ്ങൾ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി നമ്മെയും നമ്മുടെ കൂട്ടായ്മയും എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.